രാജ്യത്താദ്യമായി പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ് ആരംഭിച്ചതോടെ സംസ്ഥാനത്തെ പ്ലാന്റേഷൻ മേഖലയിൽ പരിവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കട്ടപ്പന KG's ഹിൽടൺ ഹാളിൽ നടത്തിയ പ്ലാന്റേഴ്സ് മീറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ് ആരംഭിച്ചതോടെ തോട്ടം മേഖലയിലെ പ്രശ്നങ്ങൾ പ്രത്യേകം പഠിക്കുന്നതിന് കോഴിക്കോട് IIM-നെ ചുമതലപ്പെടുത്തിയിരുന്നു. IIM വിശദമായ പഠനം നടത്തി റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. പ്ലാന്റേഷൻ മേഖല പ്രത്യേക വിജ്ഞാപനം ചെയ്ത് പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ് ഭരണത്തിന് കീഴിൽ കൊണ്ടുവരുമെന്നും മന്ത്രി പറഞ്ഞു. പ്ലാന്റേഷനിലെ വിവിധ വിളകൾ പ്ലാന്റേഷന്റെ നിർവചനത്തിൽ കൊണ്ടുവരും. അവക്കാഡോ, റംബുട്ടാൻ, മാംഗോസ്റ്റിൻ തുടങ്ങിയ പുതിയ വിളകളെയും 10 വർഷത്തിൽ കൂടുതൽ ആയുസ്സുള്ള ഫലവൃക്ഷങ്ങളെയും പ്ലാന്റേഷൻ നിർവചനത്തിൽ ഉൾപ്പെടുത്താമെന്നാണ് IIM-ന്റെ പ്രധാന ശുപാർശയെന്നും മന്ത്രി പറഞ്ഞു. ലയങ്ങളുടെ നവീകരണത്തിന് വ്യവസായ വകുപ്പ് പുതിയ പദ്ധതി നടപ്പിലാക്കുകയാണ്. നവീകരണ പ്രവർത്തനങ്ങൾക്ക് 50,000 രൂപയും പുതിയ ലയങ്ങളുടെ നിർമ്മാണത്തിന് 2 ലക്ഷം രൂപ സബ്സിഡി അനുവദിക്കുന്ന ലയം ഹൗസിംഗ് പദ്ധതിക്കായി കഴിഞ്ഞ 2 ബജറ്റുകളിലായി 10 കോടി രൂപ വകയിരുത്തിയതായും മന്ത്രി പറഞ്ഞു. പ്രധാനപ്പെട്ട ശുപാർശ പ്ലാന്റേഷനായി തന്നെ നിലനിർത്തണമെന്നുള്ളതാണ്. അതോടൊപ്പം പ്ലാന്റേഷൻ ഏരിയ പ്രത്യേകമായി വിജ്ഞാപനം ചെയ്യണം. നിലവിൽ റവന്യൂ, വനം വകുപ്പ്, ഇങ്ങനെ പല വകുപ്പുകൾക്കും ഓരോ സമയത്ത് ഇടപെടാവുന്ന ഒരു മേഖലയാണ് ഈ പ്ലാന്റേഷൻ. ചിലപ്പോൾ വനമാണെന്ന് തോന്നും, ചിലപ്പോൾ റവന്യൂ ആണെന്ന് തോന്നും, തർക്കങ്ങൾ ഉണ്ടാകും. ആ തർക്കങ്ങൾ ഒഴിവാക്കാൻ പ്ലാന്റേഷൻ മേഖല പ്രത്യേകം നോട്ടിഫൈ ചെയ്യുക. നോട്ടിഫൈ ചെയ്യുന്ന മേഖലയുടെ ഭരണ സംവിധാനം പ്ലാന്റേഷൻ ഡയറക്ടർ ബോർഡിലേക്ക് കൊണ്ടുവരികയാണ്. കേര പദ്ധതിയിൽ റീപ്ലാന്റേഷന് വേണ്ടി 476 കോടി രൂപ മാറ്റിവെച്ചതായും അദ്ദേഹം പറഞ്ഞു. ഏലം, കാപ്പി, റബ്ബർ എന്നിവയാണ് കേര പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2 ഹെക്ടറിൽ താഴെയുള്ള ചെറുകിട തോട്ടങ്ങൾക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക. പരിപാടിയിൽ MM മണി MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ചൻ നീർനാക്കുന്നേൽ, വ്യവസായ വാണിജ്യ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷ്, ജില്ലാ കളക്ടർ V വിഘ്നേശ്വരി, കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, കട്ടപ്പന നഗരസഭ വൈസ് ചെയർമാൻ KJ ബെന്നി അടക്കമുള്ള ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, കട്ടപ്പന.